ഇരിട്ടിയിലെ ഒരു കർഷകന്, ഒരു പാവപ്പെട്ടവന് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ടുള്ള 4 ലക്ഷം രൂപയുടെ ലോൺ, ആ ലോണിൽ ഇനി തിരിച്ചടയ്ക്കാനുള്ളത് അദ്ദേഹം 3,97,731 രൂപ തിരിച്ചടയ്ക്കാനിരിക്കെ അദ്ദേഹം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജോലി ഉൾപ്പെടെ ഉപേക്ഷിച്ചുകൊണ്ട് നവകേരള സദസ്സിൽ പങ്കെടുക്കുകയും അവിടെ പരാതി രജിസ്റ്റർ ചെയ്യുകയും, പരാതി എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല, ഇനി എനിക്കെതിരെ കേസെടുക്കുമോ എന്ന് എനിക്കറിയില്ല, ഏതായാലും പരാതി രജിസ്റ്റർ ചെയ്യുകയും അതിന് ഇപ്പോൾ സഹകരണ വകുപ്പിൽ നിന്ന് തീരുമാനം വന്നിരിക്കുന്നു. അതിന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ തീരുമാനം വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് വലിയ ഒരു ആശ്വാസം നൽകത്തക്ക രീതിയിൽ അദ്ദേഹത്തിന് 515 രൂപയുടെ കുറവ് വരുത്തി കൊടുത്തിരിക്കുന്നു. ബാക്കിയുള്ള 3,97,216 രൂപ അദ്ദേഹം ഈ ഡിസംബർ മാസം 31 മുമ്പ്, അതായത് മറ്റന്നാൾ 31 മുമ്പ് തിരിച്ചടയ്ക്കണമെന്നും കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി നൽകിയിരിക്കുന്നു. ഇതാണ് നവകേരള സദസ്സിൽ സാധാരണക്കാരന് കിട്ടുന്ന നീതി എന്ന് നമ്മൾ മറക്കരുത്. ഇവിടെ എന്താണ്, ഇവിടെ ഈ മന്ത്രിമാർ ഉല്ലാസയാത്ര, ഇന്നലെയൊക്കെ മന്ത്രിമാർ തന്നെ പറയാണ് ഞങ്ങൾ പാട്ടും പാടി ഇങ്ങനെ വാഹനത്തിൽ പോവുകയായിരുന്നു എന്നാണ്. അവർ ഉല്ലാസയാത്ര നടത്തിയതിനപ്പുറത്തേക്ക് ഒരു പരാതി കൈകൊണ്ട് സ്വീകരിച്ചിട്ടില്ല, ഒരു പരാതി. ഇവിടെ കേരളത്തിന്റെ വരദാനമാണ് ശ്രീ പിണറായി വിജയൻ, ഒരു ഇടതുപക്ഷ മന്ത്രിസഭയിൽ ഒരു മന്ത്രി തന്നെ പറയുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ വരദാനമാണ് പിണറായി വിജയൻ, കേരളത്തിന് ദൈവത്തിന്റെ വരദാനം, വെറും വരദാനമല്ല, ദൈവത്തിന്റെ വരദാനം എന്ന് പറഞ്ഞിട്ടുള്ളത് CPM-ന്റെ സംസ്ഥാനത്തിന്റെ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ ഒരു മന്ത്രിയാണ്. അത് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ CPM-നെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ വിശ്വാസമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞാലും അത് അങ്ങനെ പൂഴ്ത്തിപ്പാഴാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി തിരുത്തിയില്ല എന്നുള്ളത് വേറെ വിഷയം. ചിലപ്പോൾ അദ്ദേഹം അതിൽ ആനന്ദലബ്ധിയിൽ ആറാടി കാണാം, ഏതെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയുമോ, പരാതി കൈകൊണ്ട് വാങ്ങുന്നു എന്ന് പറയുമ്പോൾ പരാതി കേൾക്കുകയും അതിലെ കണ്ടന്റ് മനസ്സിലാക്കുകയും അതെങ്ങനെ പരിഹരിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് ഓരോ പരാതികളും ഓരോ എക്സ്പീരിയൻസ് ആണ്, ഓരോ അനുഭവങ്ങളാണ്. ജനസമ്പർക്കത്തെക്കുറിച്ചും ആ ജനസമ്പർക്കത്തിലൂടെ ശ്രീ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ജനപ്രീതിയെക്കുറിച്ചും അദ്ദേഹത്തിന് ജനങ്ങൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നും ഒക്കെ നമ്മൾ കേരളീയ സമൂഹം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയിട്ടുള്ളതാണ് എന്ന് VPP മുസ്തഫയെ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഉമ്മൻചാണ്ടിയെയും പിണറായി വിജയനെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോലും സാധ്യമല്ല എന്ന കാര്യം താങ്കൾക്ക് അറിയാമല്ലോ. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്തുകൊണ്ടാണെന്ന്. ഉമ്മൻചാണ്ടി ഒരു ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ ജീവൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയോ അത് മാതൃകാ പ്രവർത്തനമാണെന്ന് പറയുകയോ അത് തുടരണമെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ ഗൺമാന്മാരാരും ഇങ്ങനെ റോഡിലിറങ്ങി ഇങ്ങനെ ആരുടെയും തലയടിച്ച് പൊടിച്ചിട്ടില്ല. മാത്രമല്ല ഏറ്റവും അവസാനം ഭിന്നശേഷിക്കാരെ പോലും കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് പോയിട്ടില്ല, MLA-മാരെ ആക്രമിച്ചിട്ടില്ല. അതുപോലെ ഏറ്റവും അവസാനം പാർട്ടി ഓഫീസുകളിലേക്കും KPCC ജനറൽ സെക്രട്ടറി വീട് ആക്രമിക്കുന്ന പരിപാടിയൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല. പക്ഷേ താങ്കൾ പറഞ്ഞതിന് ഉത്തരമായിട്ട് നിയമസഭയിൽ കൊടുത്ത ഒരു മറുപടി ഞാൻ വായിക്കാം. താങ്കൾ നിയമസഭയാണല്ലോ ഉദ്ദേശിച്ചത്. ഈ പരിപാടിയിൽ എത്ര പരാതികളാണ് പരിഹാരം കാണുകയും എത്ര കോടി രൂപയുടെ സഹായ വിതരണം ചെയ്യുകയും ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഇടതുപക്ഷ സർക്കാർ നിയമസഭയിൽ കൊടുത്ത മറുപടി ഞാനൊന്ന് വായിക്കട്ടെ. 1, 2, 3 ഘട്ട ജനസമ്പർക്ക പരിപാടികളിൽ ലഭിച്ച അപേക്ഷകളിൽ നാളിതുവരെ 11,65,449 അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കുകയും 3 ഘട്ടങ്ങളായി ആകെ 242.87 കോടി രൂപയുടെ ധനസഹായം വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് നിയമസഭയിൽ പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരാണ്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ്. താങ്കൾക്കത് ഇല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് അങ്ങോട്ട് അയച്ചു തരാം. അപ്പോൾ അതാണ് വസ്തുത. ഇനി താങ്കൾ പറയുന്നത് ഇവിടെ ഞങ്ങൾ സർക്കാരിൻ്റെ ചിലവിലല്ല, പിന്നെ എവിടുന്നാണ് ഈ പൈസ? ഖജനാവിൽ നിഷ നിരന്തരമായി ചോദിക്കുമ്പോൾ പറയുന്നത് ഖജനാവിൽ നല്ല ഖജനാവിൽ, പിന്നെ എവിടുന്നാണ് പൈസ? പിരിക്കുന്നതിനെ സംബന്ധിച്ച് കണക്കുണ്ടാവും എന്ന് പറഞ്ഞു. കേരളീയവുമായി ബന്ധപ്പെട്ട് കേരളീയം നടത്തിയിട്ട് എത്രയോ കാലമായി. കേരളീയം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും വിവരാവകാശ പ്രകാരം എത്ര രൂപ ചിലവായെന്നോ അത് എവിടെ നിന്ന് കിട്ടിയെന്നോ ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ടോ? ഇല്ല. ഇവിടെ നിങ്ങളിപ്പോൾ ഗുഡ് സർവീസ് സെന്റർ കൊടുക്കുന്നുണ്ട്. ആർക്കാണ്? പോലീസ് യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും അടിച്ചവർക്ക് ഗുഡ് സർവീസ് സെന്റർ കൊടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവായി അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നു. പിരിവുകാർക്ക് നിങ്ങൾ അവാർഡ് കൊടുത്തു. കേരളീയം നടത്തിയതിൻ്റെ പേരിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് കളക്ട് ചെയ്തതിൻ്റെ പേരിൽ GSTയുടെ ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ മേധാവിക്ക് മുഖ്യമന്ത്രി നേരിട്ട് അവാർഡ് കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. എത്ര ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. കേരളത്തിൻ്റെ ഖജനാവിലേക്ക് കിട്ടേണ്ട പൈസ കിട്ടാതിരിക്കുകയും അത് തട്ടിപ്പ് നടത്തുന്ന അല്ലെങ്കിൽ സമയത്ത് അടയ്ക്കാത്തവരെ കണ്ടെത്തി അവരിൽ നിന്നും സാമ്പത്തിക സഹായം സ്വീകരിക്കുകയും ചെയ്യുന്നത് പറയുന്നത് പച്ച മലയാളത്തിൽ പറയുന്നത് സർക്കാരിൻ്റെ നേരിട്ടുള്ള കൈക്കൂലി എന്നാണ്. അങ്ങനെയേ അതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ. അങ്ങനെ സർക്കാരിന് വേണ്ടി കൈക്കൂലി വാങ്ങിയ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനായ GST ഇന്റലിജൻസിന്റെ മേധാവിക്ക് മുഖ്യമന്ത്രി നേരിട്ട് അവാർഡ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതിൽ പരം അപമാനകരമായ വസ്തുത വേറെ ഉണ്ടോ VPP മുസ്തഫ? അതിനെ പിന്നെ എങ്ങനെയാണ് കാണേണ്ടത്? എന്തിന്റെ പേരിലാണ് പൈസ പിരിച്ചത്? അദ്ദേഹം ആ പോസ്റ്റിലിരിക്കുന്നുണ്ടാ, GST ഇന്റലിജൻസിന്റെ മേധാവിയായിരിക്കുന്നുണ്ട് അദ്ദേഹം പിരിച്ചത്. അദ്ദേഹം ചോദിക്കുമ്പോൾ പൈസ കൊടുക്കുന്നത് ഇല്ലീഗലായി പല കാര്യങ്ങളും സഹായം ചെയ്തു കൊടുക്കേണ്ടതുകൊണ്ടാണ്. അതൊക്കെ അറിഞ്ഞിട്ടും സർക്കാർ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾ മന്ത്രിസഭ കൂടിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നിഷ പറഞ്ഞു ഹോട്ടലിൽ മന്ത്രിസഭ, അങ്ങനെയല്ലോ പറയേണ്ടത്. ബാറിൽ മന്ത്രിസഭാ യോഗം കൂടി.
ബാർ ഹോട്ടലിൽ മന്ത്രിസഭാ യോഗം കൂടി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അങ്ങനെയല്ലേ പറയേണ്ടത്? അപ്പോൾ ഇനി അതിനെക്കുറിച്ച് ഇനി അദ്ദേഹം പറഞ്ഞെന്താണ്? ഇവിടെ മുഖ്യമന്ത്രി, ഞാൻ നിഷയ്ക്ക് ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി 20-ാം തീയതി നടത്തിയ നവംബർ മാസം 20-ാം തീയതി നടത്തിയ പത്രസമ്മേളനത്തിന്റെ കോപ്പി ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്, നിഷയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, തനിക്ക് പിന്നെ മഞ്ചേശ്വരത്ത് നിന്ന് 1908 പരാതി കിട്ടി, കാസർഗോഡ് നിന്ന് 3451 പരാതി കിട്ടി, 3733 പരാതി ഉദുമയിൽ നിന്ന് കിട്ടി, 2843 പരാതികൾ കാസർഗോഡ് നിന്ന് കിട്ടി, 2300 പരാതി തൃക്കരിപ്പൂരിൽ നിന്ന് കിട്ടി എന്നൊക്കെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ നിയോജകമണ്ഡലത്തിലും കിട്ടിയ പരാതിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് തീർപ്പ് കൽപ്പിച്ച പരാതികളുടെ എണ്ണം പറയാത്തത്? മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൊന്നും ഇല്ലാത്ത എന്താ? മുഖ്യമന്ത്രി അല്ലല്ലോ ഇതൊന്നും ചെയ്യുന്ന, ഉദ്യോഗസ്ഥരുണ്ടല്ലോ കോടിക്കണക്കിന്, ഒരുപാട് പേരെ അദ്ദേഹത്തിന്റെ പിന്നെ PR വർക്കിനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ തീർപ്പാക്കിയ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഇപ്പോഴും പറയാത്തത്? കാസർഗോഡ് 15 ദിവസം കഴിഞ്ഞല്ലോ, 30 ദിവസം കഴിഞ്ഞല്ലോ, 45-ാമത്തെ ദിവസത്തിലേക്ക് കിടക്കല്ലേ? അപ്പോൾ പ്രാദേശിക തലത്തിൽ തീർത്തതിനെ കുറിച്ച് എന്തേ മുഖ്യമന്ത്രി ഇപ്പോഴും മിണ്ടാതിരിക്കുന്നു? അവിടെയാണ് പ്രശ്നം. ഇനി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നേരത്തെ മേഖലാ യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് അവർ പറഞ്ഞതാണ്, കൊട്ടിഘോഷിച്ച് നടത്തിയതാണ്. എന്നിട്ട് ചില വിവിധ മണ്ഡലങ്ങളിലെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അതാത് MLA-മാരിൽ നിന്ന് നിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഒന്നും പ്രായോഗികമായി നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പിരിവുകാർക്ക് അവാർഡ് കൊടുക്കുന്നു, തല്ലുന്ന പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്നു, തല്ലിത്തീർക്കുന്ന DYFIക്കാർക്ക് ജീവൻ രക്ഷാ പതകം നൽകുന്നു. അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇനി അദ്ദേഹം പറഞ്ഞത് പിന്നെ ലോക്കൽ ബോഡിയുടെ ഭാഗമായിട്ടാണ് ഈ KSRTC ബസ്സുകൾ വിടേണ്ടത്, അതുകൊണ്ട് അത് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് അയച്ചു കൊടുത്തു എന്നാണ്. എനിക്ക് അതുകൂടെ ഒന്ന് വിശദീകരിക്കാൻ സമയം തരണം. അവിടെ എന്താ പ്രശ്നം? ഇത് അഴീക്കോടേക്കുള്ള ബസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അഴീക്കോടാണ് പ്രാന്തപ്രദേശം. ആ പഞ്ചായത്തിലേക്ക് പോകേണ്ട ബസ്സിനെ സംബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷൻ മേയർക്കാണ് കൊടുക്കുന്നത്. മാത്രമല്ല അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ അഴീക്കോട് MLA-ക്ക് നിവേദനം നൽകിയിരുന്നു, അധികൃതരുമായി സംസാരിച്ചു. എങ്കിലും നടപടികൾ വേഗത്തിലാക്കാൻ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട് ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ KSRTC ബസ്സുകൾ പുനഃസ്ഥാപിക്കുന്നതോടൊപ്പം, നിലവിലുള്ള ബസ്സുകൾ പുനഃസ്ഥാപിക്കണമെന്നാണ്, ഉണ്ടായിരുന്ന ബസ്സുകൾ പുനഃസ്ഥാപിക്കുന്നതോടൊപ്പം ഞായറാഴ്ചകൾ പൂർണ്ണതോതിൽ സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ആ മന്ത്രിക്ക് കൊടുത്തത് കോർപ്പറേഷൻ മേയർ കൊടുത്തിരിക്കാൻ ഈ വാദഗതിക്ക് വേണ്ടി താങ്കൾ പറഞ്ഞത് ഞാൻ അങ്ങ് ശരിവെച്ചെന്നിരിക്കട്ടെ. ആ കൊടുത്തത് ഇത്തരത്തിൽ പിന്നെ ജനകീയമായ ബസ്സുകൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതേ ദയാ അക്കാദമി കൊടുത്ത അടുത്തൊരു പരാതി ഞാനൊന്ന് വായിക്കട്ടെ. വിഷയം കേരള പോലീസിലെ സ്പോർട്സ് കോട്ട നിയമനത്തിൽ ബോക്സിംഗ് ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച്. കേരള പോലീസിലെ സ്പോർട്സ് കോട്ട വിഭാഗത്തിൽ ബോക്സിംഗ് ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള ഒരു പരാതി. കേരള പോലീസ് അതിന്റെ കൺക്ലൂഷൻ ഇങ്ങനെയാണ്: കേരള പോലീസ് സേനയിൽ ഭാവിയിൽ വരുന്ന സ്പോർട്സ് കോട്ട നിയമനങ്ങളിൽ മെഡൽ സാധ്യതയുള്ളതും രാജ്യം ഏറെ പ്രതീക്ഷ നൽകുന്നതുമായ ബോക്സിംഗിനെ കൂടി ഉൾപ്പെടുത്തി ബോക്സിംഗ് താരങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഇടപെടൽ കൂടി ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ പരാതി എന്തിനാണ് കോർപ്പറേഷൻ മേയർക്ക് അയക്കുന്നത്? അപ്പോൾ അതും കോർപ്പറേഷനോട് ചേർന്നുകൊണ്ടാണോ ചെയ്യുന്നത്? VP മുസ്തഫ, വസ്തുക്കളായി കാണണ്ടേ? ഒരു പരാതി കൂടി ഞാനൊന്ന് വായിച്ചോട്ടെ. ഒരു ചെറിയ തെറ്റല്ലല്ലോ. ഒരു പരാതി കൂടെ ഞാൻ വായിക്കാം. എന്റെ റേഷൻ കാർഡിൽ 3 കിലോ അരിയെ ലഭിക്കുന്നുള്ളൂ, ഞങ്ങൾ 7 പേരുണ്ട്, ഒരാൾക്ക് 2 കിലോ വെച്ച് അരി തരണം എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കൊടുത്ത പരാതി എന്തിനാ കോർപ്പറേഷൻ മേയർ കൊടുക്കുന്നത്? ഇനി പോട്ടെ, ഇതെല്ലാം തെറ്റിപ്പോയതായിരിക്കാം. ഇനി ഒരു സഖാവ് മുഖ്യമന്ത്രി കൊടുക്കുന്ന നിർദ്ദേശമാണ് അടിസ്ഥാന നവകേരള വികസനവും അടിസ്ഥാന ജനവിഭാഗ പ്രതിസന്ധികളും കാര്യക്ഷമമായ കരുതലിനും പരിഹാരത്തിനുമുള്ള അപേക്ഷ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ആയതിനാൽ എനിക്ക് ഈ അവസരം കൂടെ തന്നാൽ മതി. ആയതിനാൽ നവകേരള സൃഷ്ടിക്കായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ 30% സാധാരണ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ താഴെ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുമോ? എന്റെ എളിയ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശമായി കൊടുത്തുള്ളതാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരെ രക്ഷിക്കാൻ സ്വാശ്രയ പെൻഷൻ പദ്ധതി അർത്ഥവത്തായി നടപ്പിലാക്കുക, പൊതുവിതരണ സമ്പ്രദായം കൃത്യമായി പരിപാലിച്ച് പോഷപ്പെടുത്തുക, സർക്കാർ ആശുപത്രികൾ ആവശ്യത്തിന് മരുന്ന് കൃത്യമായി നൽകുക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എല്ലാ പെൻഷനുകളും പ്രതിമാസം വിതരണം ചെയ്യുക, ഒന്നിലധികം പെൻഷൻ അനർഹമായി വാങ്ങുന്നവരെ കണ്ടെത്തി ഒഴിവാക്കുക. ഈ പരാതി എന്തിനാ കണ്ണൂർ കോർപ്പറേഷൻ മേയർ കൊടുക്കുന്നത്? ഈ പരാതിയും കണ്ണൂർ കോർപ്പറേഷൻ മേയറുമായിട്ട് എന്താ ബന്ധം? അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ കിട്ടുന്ന പരാതികളെ നിങ്ങൾ എത്ര ലാഘവത്തോടുകൂടിയാണ് കാണുന്നത് എന്നതിൻ്റെ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ കാണിച്ചത്. ഇവിടെ പരാതി ലഭിച്ചത് പരാതി കൊടുത്ത് നിർവാഹമില്ലാതെ വരുമ്പോൾ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലാതെ പാവങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ ഈ ചർച്ച കേട്ടുകൊണ്ടിരുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ്റെ നേതാവാണ്. അദ്ദേഹം എനിക്ക് അയച്ച മെസ്സേജ് ഞാൻ അതുപോലെ തന്നെ വായിക്കാം. റേഷൻ ഡീലേഴ്സിൻ്റെ കുടിശ്ശിക തുക കിട്ടുന്നതിനായി TSO മുതൽ ഫുഡ് സെക്രട്ടറി വരെ പരാതി കൊടുത്തിട്ട് കിട്ടാതായപ്പോൾ നവകേരള സദസ്സിൽ പരാതി നൽകി. പ്രസ്തുത പരാതി വീണ്ടും DSOയ്ക്ക് അയച്ചു കൊടുത്തു. അതായത് DSO മുതൽ ഫുഡ് സെക്രട്ടറി വരെ കൊടുത്തതിന് ശേഷവും പരിഹാരമില്ലാതെ വന്നപ്പോൾ നവകേരള സദസ്സിൽ പരാതി കൊടുത്തപ്പോൾ അത് വീണ്ടും DSOയ്ക്ക് അയച്ചു കൊടുത്തു. യാതൊരു പ്രയോജനവുമില്ല.
അതും പരാതി പരിഹരിച്ചു എന്ന ഹെഡിലാണ് കാണിച്ചിട്ടുള്ളത്. പരിഹരിച്ച പരാതിയുടെ കൂട്ടത്തിൽ കാണിച്ചിരിക്കുന്നു, എന്നാൽ പരാതി പരിഹരിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് ബാക്കി പരാതികളും. ഇവിടെ ഞങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാർ വീട് വീടാന്തരം കയറിറങ്ങി എന്തെങ്കിലും പരാതി ഉണ്ടോ എഴുത്തരൂ എന്ന് പറഞ്ഞ് പുറകെ നടക്കുകയായിരുന്നു. എന്തിനാണ്? പരാതികളുടെ എണ്ണം കൂട്ടി കാണിക്കാൻ വേണ്ടി, ഇത്ര പരാതി കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ പരാതി കൊടുക്കുന്നവർ നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആ പരാതി പരിഹരിക്കപ്പെടാതെ വരുമ്പോൾ തന്നെയാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഒന്നുണ്ട്, ഈ യാത്ര കൊണ്ട് സർക്കാരിന് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല, സാധാരണക്കാരൻ്റെ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. ഈ യാത്ര കൊണ്ട് നേട്ടമുണ്ടായിട്ടുള്ളത് CPM-നും CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാർക്കും പാർട്ടിക്കുമാണ്. അവർ ഇലക്ഷൻ തെരഞ്ഞെടുപ്പുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. അത് ഇത്തരത്തിൽ പറയുന്ന ഖജനാവിൽ നിന്ന് എടുത്തോന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. എന്നാൽ എത്ര പിരിച്ചു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയും. ആര് പിരിച്ചു എന്ന് ചോദിച്ചാൽ അറിയില്ല. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായി ഇത്തരത്തിൽ. എന്നിട്ട് എല്ലാ ദിവസവും മുഖ്യമന്ത്രി പറയുന്ന ഒരു വാചകമുണ്ട്, അഭൂതപൂർവമായ ജനപങ്കാളിത്തം. സർക്കാർ സംവിധാനം പരിപൂർണമായും ദുരുപയോഗം ചെയ്ത് ആശാവർക്കർമാരെയും അംഗനവാടി ടീച്ചർമാരെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും കൊണ്ടിരുത്തി, ടീച്ചർമാരെയും കുട്ടികളെയും ഉൾപ്പെടെ കൊണ്ടിരുത്തി, മുഴുവൻ വാഹനങ്ങൾ ദുരുപയോഗം ചെയ്ത് എത്രയോ പ്രാവശ്യമാണ് ഹൈക്കോടതി ഇടപെട്ടിട്ടുള്ളത്. ആ രീതിയിലെല്ലാം പരിപാടി നടത്തി ആളെ കൂട്ടി കാണിച്ചിട്ട് സർക്കാർ സംവിധാനം